ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞങ്ങളുടെ ദീപാവലി ആഘോഷമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റായിരുന്നു 6 മണിക്ക് എഴുന്നേറ്റു. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. ദീപാവലിയുടെ അന്നും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യും, ഇടയ്ക്കിടയ്ക്ക് തോരും, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ കോലമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ട് ആദ്യമേ തന്നെ ഞാൻ തലേ ദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലി മാവെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷപ്പ് ആയതിന് ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഞാനൊരു 5:45 തന്നെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ദോശമാവെടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം അതിലേക്ക് ഉപ്പൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് മാവൊന്ന് കലക്കിയെടുത്തു. അപ്പോൾ നല്ല തണുപ്പോട് കൂടി ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇഡ്ഡലി ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് കിട്ടത്തില്ലേ. മാത്രമല്ല ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ചൊരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇഡ്ഡലി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. എന്നാലാണ് ആ മാവൊക്കെ ഒന്ന് കറക്റ്റ് റൂം ടെമ്പറേച്ചറിൽ വരത്തുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ മോർണിംഗ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് കുറച്ച് ഓമോ എന്ന് പറയും ഇതിന്, വേറെ എന്തോ ഒരു പേരുണ്ട് ഇതിന്. അപ്പോൾ ആ ഒരു സംഭവം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് തലേ ദിവസം പുറത്ത് പോയി ഭക്ഷണം കഴിച്ചതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര വയറുവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇന്ന് ഡ്രിങ്ക് കുടിച്ചത്. ഇല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നല്ല ജീരകവും പെരുംജീരകവും സമ അളവിനെടുത്തിട്ട് അങ്ങനെ ഡ്രിങ്ക് കുടിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു മോർണിംഗ് ഡ്രിങ്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വെറും വയറ്റിൽ കുടിക്കും. അപ്പോൾ ഈ ഓമ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചതിന് ശേഷം എനിക്ക് നല്ലോണം വ്യത്യാസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുന്നതിന് മുന്നേ തന്നെ കോലം ഒന്ന് വരച്ചിട്ടതാണ്. അപ്പം ഞാനിനി കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സാരി ഉടുക്കാനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സാരി ഉടുത്തോണ്ട് കോലം വരയ്ക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. സാധാരണ ഞാൻ എപ്പോഴും തലേ ദിവസം നൈറ്റാണ് കോലമൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ, പ്രത്യേകിച്ച് കളർ കോലമൊക്കെ. അപ്പോൾ ഈ തലേ ദിവസം ഞാൻ വരയ്ക്കാത്തതിൻ്റെ കാരണം നല്ല മഴയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വരച്ചിട്ടാലും പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാം പോവും. പിന്നെ അതുകൊണ്ട് രാവിലെ തന്നെ വരയ്ക്കാമെന്ന് കരുതിയിട്ട് അതും കൂടി ഇതിനിടയിൽ ചെയ്തു. നമ്മുടെ കോലം എങ്ങനെയുണ്ട് എന്നുള്ള കമൻറ്റ് ചെയ്തേക്കും, ഇഷ്ടപ്പെട്ടോ എന്ന്. ഞാനൊരു സിമ്പിൾ ഡിസൈൻ ഗൂഗിളിൽ നിന്ന് തന്നെ നോക്കിയിട്ട് വരച്ചതാണ് കേട്ടോ. അപ്പം ഒരുവിധം ശരിയായി എന്ന് തോന്നുന്നല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മുടെ ഇഡ്ഡലിക്കുള്ള ഇതെല്ലാം മാവൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഡ്രിങ്കും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കുടിച്ചപ്പോൾ ഒത്തിരി ലേറ്റായേ. ഡ്രിങ്ക് ഇങ്ങനെ നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. ഇടയിൽ തന്നെ ഞാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഉരുളിയിൽ പൂക്കളൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി 2-3 സെറ്റ് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റിയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഇഡ്ഡലി തട്ടിൻ്റെ പുറകിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വെച്ചേക്കും. ഇഡ്ഡലിയുടെ മേലെ വെള്ളം ഒഴിച്ച് വെക്കാറില്ല കേട്ടോ. പുറകിൽ നമ്മളിങ്ങനെ എടുത്ത ഉടനെ തന്നെ ആ ചൂടോട് കൂടിയിട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് വെക്കുവാണെങ്കിൽ ഇഡ്ഡലി ഇങ്ങനെ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. പുറത്ത് നല്ലോണം സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്, ക്രാക്കേഴ്സൊക്കെ വയ്ക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈയോടെ തന്നെ ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ 6 മണിയായപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇറച്ചി മേടിക്കാനായിട്ട് പോയേക്കാണ്. മട്ടനാണ് ഞങ്ങളിന്ന് സ്പെഷ്യലായിട്ട് മേടിക്കുന്നത്. ദീപാവലിക്ക് ഇവിടെ എല്ലാവരും മട്ടനാണ് കേട്ടോ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയേക്കുവാണ്. അപ്പോൾ നല്ല ലേറ്റായി കേട്ടോ വന്നപ്പോൾ. 6 മണിക്ക് പോയ ആൾ വന്നപ്പോൾ 8:30 മണിയായി. കാരണം നല്ല തിരക്കായിരുന്നു. ഈ ഒരു ദിവസം ഭയങ്കര തിരക്കായിരിക്കും. ചിലരാണെങ്കിൽ തലേന്നൊക്കെ മേടിച്ച് വെച്ചേക്കും. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനിടയിൽ ഞാനും ആമിയും കുളിച്ച് റെഡിയായി. ആമിയുടെ ദീപാവലി ഡ്രസ്സാണ് ഇത്. അപ്പം ഞാനൊരു കുർത്തിയാണ് എടുത്തത്, പക്ഷെ ഞാനത് ഇട്ടില്ല. സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഉടുത്തേക്കുന്ന ഈ സാരി ഒരിക്കൽ എനിക്ക് ദീപാവലിക്ക് ഹസ്ബൻഡ് മേടിച്ച് തന്നത് തന്നെയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ബ്ലൗസ് എനിക്ക് സൈസ് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ബ്ലൗസ് അമ്മയെ കൊണ്ട് ഞാൻ തയ്പ്പിച്ചിട്ട് ഇട്ടു. അങ്ങനെ സാരിയൊക്കെ ഉടുത്തു. പിന്നെ ആമിക്കും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് വീട്ടിലൊന്ന് പൂജ ചെയ്യണം. രാവിലെയും വൈകുന്നേരവും പൂജ ചെയ്യണമെന്നാണ് പറയുന്നത്. വൈകുന്നേരം ലക്ഷ്മി കുബേര പൂജയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്മി പൂജയോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അറിയത്തില്ല അത് ചെയ്യാനായിട്ട്. ഞാൻ സാധാരണ വിളക്ക് വയ്ക്കുന്നതിനോടൊപ്പം തന്നെ 2 നെയ്വിളക്കും കൂടെ വെക്കും. അത്രയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ വിശേഷ ദിവസങ്ങളിൽ. അപ്പോൾ ആമിയെ ഇങ്ങനെ തലയൊക്കെ കെട്ടിക്കൊടുത്ത് നല്ലോണം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ തോരണമൊക്കെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
തലേ ദിവസം തന്നെ ഹസ്ബൻഡ് പോയിട്ട് തോരണവും വാഴയിലൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. മഴ ചതിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും പുറത്തൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം ഒരേ കണക്കിന് മഴ പെയ്യുന്നത് കൊണ്ട്. മാത്രമല്ല നമുക്ക് അതിനുള്ള ടൈമില്ല. അതും മാത്രമല്ല പുറത്തിറങ്ങാനും പറ്റത്തില്ല. ഇവിടുത്തെ ദീപാവലി ആഘോഷമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര തിരക്കായിരിക്കും. അതും മാത്രമല്ല എല്ലാ റോഡ് സൈഡിലും ഒക്കെ എവിടെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയാലും എല്ലായിടത്തും പടക്കം പൊട്ടിക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും സേഫായിട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ എല്ലാ വർഷം ദീപാവലിക്കും വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആ ഷർട്ട് അന്ന് നമ്മൾ എടുത്തതാണ്. ഞാനന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത കാര്യം പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ്. പിന്നെ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് ഡോറിലൊക്കെ ഒന്ന് ചന്ദനവും മഞ്ഞളും കുങ്കുമവും ഒക്കെ വെക്കാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് നമ്മുടെ പൂജാ റൂമിലിരിക്കുന്ന എല്ലാ ഫോട്ടോസിലും മഞ്ഞളും കുങ്കുമവും ഒക്കെ വെച്ചു. ഫോട്ടോസൊക്കെ ഒന്ന് നന്നായിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് തുടച്ചെടുത്തായിരുന്നേ. പിന്നെ ഞാൻ പെട്ടെന്നാണ് ഇത് തീരുമാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ ഒരുപാട് ടൈം കഴിഞ്ഞ കേട്ടോ. 9 മണി കഴിഞ്ഞു, 9:30 ആയിട്ടുണ്ട്. പെട്ടെന്ന് വന്നിട്ട് ഞാനൊരു അത്തം കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ദീപാവലി ആയിട്ട് നമ്മൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഒരു പൂക്കോലം എന്നാണ് ഇവിടെ തമിഴിൽ ഇതിനെ പറയുന്നത്, നമ്മുടെ അത്തത്തിനെ പറയുന്നത്. എൻ്റെ അടുത്ത് 2 കളർ പൂക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലൊരു കോലം വരച്ചു, പൂക്കോലം. ഞാൻ ഓർത്തത് പുറത്ത് മഴയാണെന്നുണ്ടെങ്കിൽ വീടിനുള്ളിലൊരു രംഗോലി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭാഗ്യത്തിന് രാവിലെ മഴ വലുതായിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് പുറത്ത് തന്നെ കോലം വരച്ച്, കളർ കോലം വരച്ചിട്ട് അകത്ത് ഇങ്ങനെ അത്തപ്പൂക്കളം പോലെ ചെറിയൊരു പൂ കൊണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ സെൻറ്ററിൽ ഒരു ഇടിഞ്ഞിൽ വിളക്ക് വെച്ച് കൊടുക്കാം. പിന്നെ വൈകുന്നേരം എന്തായാലും ഈ പൂവ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ വിളക്കും കൂടി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ വിളക്കൊക്കെ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 2 നെയ്വിളക്ക് അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ 5 തിരിയിട്ട വിളക്ക്. ആദ്യം നിലവിളക്ക് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള എല്ലാ ചെറിയ വിളക്കുകളും വെക്കാനായിട്ട്. അതിപ്പോൾ ഉപ്പുദീപം ആയാലും നെയ്വിളക്കായാലും എന്ത് വിളക്കാണെങ്കിലും ആദ്യം നമ്മൾ നിലവിളക്ക് കൊളുത്തണം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള വിളക്ക് വെക്കാവൂ. അപ്പോൾ അങ്ങനെ ദേ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂജാ റൂം കാണാൻ തന്നെ നല്ല ഐശ്വര്യമാണ്. ദീപാവലി ദിവസം രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ ആൾക്കാർ നല്ലെണ്ണ ദേഹത്തും തലയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് കുളിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ചിട്ടാണെങ്കിൽ തലേ ദിവസം തന്നെ ഇവരിങ്ങനെ പൂജാ റൂമിൽ കൊണ്ടുവന്ന് നമ്മൾ ഇടേണ്ട തുണികളുണ്ടല്ലോ, പുത്തൻ ഉടുപ്പുകൾ കൊണ്ടുവന്ന് വെച്ചേക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പൂജാ റൂമിൽ നിന്നാണ് ആ തുണികൾ എടുക്കേണ്ടത്. നമ്മൾ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെതായ രീതിക്കൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അത്രത്തോളം എനിക്ക് ഇവിടുത്തെ കൾച്ചർ ഫോളോ ചെയ്യാനൊന്നും അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെലിബ്രേഷൻ. പിന്നെ നോൺ വെജ് ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത് ഈ ഒരു ദിവസം. പിന്നെ ഞാൻ എൻ്റെ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ്, ഞങ്ങൾക്ക് ശരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് സാരിയൊക്കെ ഉടുത്തത് കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഒന്ന് ഫിൽറ്ററൊക്കെ ചെയ്ത് ഒന്ന് വെളുപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ. അല്ലാതെ അത്രയും കളറൊന്നും എനിക്കില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ ഇതൊരു മെമ്മറി ആണല്ലോ. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നൊരു ദിവസമല്ലേ. അപ്പം ഈ ഒരു ദിവസം നമുക്ക് എന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ആഘോഷിക്കുന്നത് കേട്ടോ. കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ ആ വർഷം തൊട്ടേ ഞാൻ ഇങ്ങനെയാണ്. അല്ലാതെ ഇപ്പോൾ യൂട്യൂബ് വന്നതുകൊണ്ട് യൂട്യൂബിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ പഴയ എല്ലാ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ ഫോട്ടോസും എൻ്റെ അടുത്തുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ ഫോട്ടോസൊന്നും അങ്ങനെ എടുത്തൊന്നും വെച്ചിട്ടൊന്നുമില്ല. എൻ്റെയും എൻ്റെ അനിയൻ്റെയും ഒരു ഫോട്ടോ പോലും ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് ചെറുതിലേ തൊട്ടേ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അങ്ങനെ ഫോട്ടോ എടുക്കാനോ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കാനോ ഒന്നുള്ളൊരു ഇതിലല്ലായിരുന്നു. നമുക്ക് ഇന്നത്തെ സാഹചര്യവും നമുക്ക് ഇന്നത്തെ സൗകര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്കതിനൊക്കെ പറ്റുന്നുണ്ട്. അതും ഞാൻ ദൈവത്തോട് എപ്പോഴും നന്ദി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മൊമെൻറ്റ്സിലെയും ഫോട്ടോസ് ഞാൻ എപ്പോഴും എടുത്ത് വെക്കാറുണ്ട്. ഇതിനിടയിൽ തന്നെ ഇതേ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നു കേട്ടോ. ഡ്രസ്സ് മാറ്റാതെ ഭക്ഷണം കഴിച്ചു, അത്രയ്ക്കും വിശപ്പായി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എല്ലാവരും മാറ്റിയതിന് ശേഷം വന്നിട്ട് ഇതേ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡാണ് എനിക്ക് ക്ലീൻ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പം നമ്മളിന്ന് ലിവറും മേടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മട്ടൻ ഇറച്ചിയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ലിവർ ഒന്ന് റോസ്റ്റ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മട്ടൻ കറിയായിട്ടാണ് വെക്കുന്നത്. പിന്നെ ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ഒരു സാലഡും. ഇത്രയും മതി
വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ മാത്രമല്ല എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ബിരിയാണിയൊക്കെ വെക്കാറുണ്ട്. ഇത്തവണ ബിരിയാണിയൊന്നും വെച്ചിട്ടില്ല, വെള്ളച്ചോറാണ് വെക്കുന്നത്. പിന്നെ ഒരുപാട് എനിക്ക് ജോലിയൊന്നും ചെയ്യാനുള്ളൊരു ശരീരത്തിന് നല്ല സുഖമില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണം ഭയങ്കര ഒരു ടയേർഡ്നെസ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് കറികളൊന്നും വെക്കാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അത്രയൊക്കെ മതിയെന്ന് വിചാരിച്ചേ. പിന്നെ ഇതിൻ്റെ തന്നെ അതേ മഴ പെയ്തു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മഴയൊക്കെ നോക്കുന്നുണ്ട്. ഞാനും ആമിയും കൂടെ മഴയൊക്കെ ആസ്വദിച്ച് നിൽപ്പാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിലേക്ക് വരും. ഹസ്ബൻഡ് അവിടെ എനിക്ക് മട്ടനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മേടിക്കുന്ന മട്ടൻ പെണ്ണാടിൻ്റെ മട്ടനാണ് മേടിക്കുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ ഹസ്ബൻഡിന് പറഞ്ഞു കൊടുത്തതാണ്, ആണാടിൻ്റെ മുട്ടനാടിൻ്റെ ഇറച്ചി വേണം മേടിച്ച് കഴിക്കാനായിട്ടെന്ന്. അപ്പോൾ അതിലധികം അങ്ങനെ മുടി കാണത്തില്ല എന്ന് പറഞ്ഞിട്ട്. പെണ്ണാടിൻ്റെ ഇറച്ചിയിലാണെങ്കിൽ ഭയങ്കരമായിട്ട് മുടിയും കാണും, അതുപോലെ തന്നെ വല്ലാത്തൊരു മുഷിഡ് സ്മെല്ലും ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇത്രയും വർഷം ഞങ്ങളത് അറിയാതെയാണ് മട്ടൻ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്ന് മട്ടൻ മേടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ആടിനെ നോക്കിയിട്ട് മേടിക്കണം. അതുപോലെ തന്നെ കറുത്ത ആടിനെ വേണം മേടിക്കാനായിട്ട്, വെള്ള ആടിനെ മേടിക്കരുതെന്ന് ആണ് പറയുന്നതെന്ന്. അപ്പോൾ അതിനാണ് വല്ലാത്തൊരു ബാഡ് സ്മെല്ല് വരുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാനും തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ ഇത്തവണ ഞങ്ങൾക്ക് നല്ല ഇറച്ചിയാണ് കിട്ടിയത് കേട്ടോ. വേറെ അഴുക്ക സ്മെല്ലൊന്നും ഇല്ലാത്ത നല്ല ഇറച്ചി കിട്ടി. പിന്നെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്ന കണ്ടിട്ട് പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈഡിൽ റെസിപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണല്ലോ. പിന്നെ ഗരം മസാല ഇതിനിടയിൽ തന്നെ തീർന്നു പോയി. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്തവണ ഗരം മസാല ചെയ്തപ്പോഴത്തേക്കും കുറച്ച് മുഴുവൻ മല്ലി അതും കൂടെ ഇട്ടിട്ടാണ് ഗരം മസാല ചെയ്തത്. അത് നമുക്ക് ബിരിയാണിക്കും യൂസ് ചെയ്യാം, ഇതുപോലെ ഇറച്ചിക്കറിക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു മസാല നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ അരച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഒരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുള്ള മട്ടൻ റെസിപ്പീസ് ഇത്തവണയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്നെ ഹസ്ബൻഡ് അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം നല്ലതാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് എനിക്കൊരു അപ്രീസിയേഷൻ എപ്പോഴും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആമയും ഹസ്ബൻഡിനെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നത്. അല്ലാതെ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഒന്നും പറയാതെ പോകത്തില്ല. അതിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്, ഇവരുടെ ബന്ധുക്കളെല്ലാവരും. ഞാൻ അങ്ങനെ നാട്ടിലൊന്നാണെങ്കിലും ഞാൻ പോലും അങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാനും അത് കണ്ടു പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ നമ്മളൊരു നല്ലൊരു വാക്ക് പറയണം അല്ലേ, അതൊരു നല്ല സ്വഭാവമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇത് മട്ടൻ വേവിച്ചിട്ടുള്ളതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതാണ്. അതിൽ ഞാൻ കുറച്ച് മല്ലിയിലയും പെപ്പറും ഉപ്പൊക്കെ ഇട്ടിട്ട് ആമിക്ക് കൊടുത്തതാണ് കേട്ടോ. ആമിക്കും ഹസ്ബൻഡിനും കൂടെ കൊടുത്തായിരുന്നു. ഞാനും കുറച്ച് കുടിച്ചു. അപ്പോൾ സൂപ്പ് പോലെ ആക്കിയിട്ടില്ല. സൂപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കോൺഫ്ലോർ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ തന്നെ ലിവർ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ലിവർ റോസ്റ്റ് റെഡിയായി, പിന്നെ മട്ടൻ കറിയൊക്കെ റെഡിയായി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പാവയ്ക്ക് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മഴയായ കാരണം കൊണ്ട് നമുക്ക് ഒന്നും തന്നെ വലുതായിട്ട് അങ്ങനെ ചെയ്യാനൊന്നും തോന്നിയില്ല. പിന്നെ എല്ലാം കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചോറും മറ്റേത് നെല്ലിക്ക അച്ചാറാണ്, പിന്നെ സാലഡും, പിന്നെ ലിവർ ഫ്രൈയും, പിന്നെ മട്ടൻ കറിയും പാവയ്ക്കയും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെനു. അപ്പോൾ ഞങ്ങളിതേ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. 1:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നേ. അപ്പോൾ ഇത്തവണത്തെ ഭക്ഷണം എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എപ്പോഴും ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റ് ആയിരുന്നു. പിന്നെ 2 ലഡു എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്വീറ്റ് മേടിച്ചു എന്ന്, അത് 2 എണ്ണം കഴിച്ചായിരുന്നു കേട്ടോ. ആമിയൊന്നും അത് കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞിട്ടൊരു മൂവി, ഒരു കാർട്ടൂൺ മൂവി ഇങ്ങനെ റിലീസായി OTTയിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു കേട്ടോ. ഞാൻ കിടന്ന് ഉറങ്ങി, എനിക്ക് നല്ല ടയേർഡായിരുന്നു കേട്ടോ. ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ കിടന്നുള്ളൂ. അപ്പോഴത്തേക്കും പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനെ സ്വീറ്റ് കഴിക്കണമെന്നൊരു ക്രാവിങ്സ് വന്നായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞങ്ങളങ്ങനെ അധികം സ്വീറ്റ് കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നിയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ സെപ്റ്റോയിൽ ഓർഡർ ചെയ്തതാണ്. ഗുലാബ് ജാമുനും
പിന്നെ കാജു കട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നട്ട്സ് കൊണ്ടിട്ടുള്ളൊരു സ്വീറ്റും. അപ്പോൾ അതും ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾ ഞാൻ 3 എടുത്തെങ്കിലും ഒരെണ്ണമേ കഴിച്ചുള്ളൂ. ഹസ്ബൻഡും ഒരെണ്ണമാണ് കഴിച്ചത്. ആമി തൊട്ടിട്ടില്ല, ആമിക്ക് ഇഷ്ടമേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും ഒന്ന് തലയൊക്കെ കുളിച്ചതിന് ശേഷം വീണ്ടും വിളക്ക് വെക്കണമല്ലോ സന്ധ്യയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് പഴയ കോലമൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞിട്ട് പുതിയ കോലമൊക്കെ ഒന്ന് വരച്ചിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദീപാവലി ദിവസം 2 നേരവും വിളക്ക് വെക്കണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ലക്ഷ്മി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ദീപാവലിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. ദീപങ്ങളുടെ ആവലി എന്നാണ് ആ ഒരു വേർഡിന്റെ അർത്ഥം തന്നെ അല്ലേ. അപ്പം ഇരുട്ടിനെ അകറ്റി വെളിച്ചം കൊണ്ടുവരണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു ദീപാവലി ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ച് മൺചിരാതൊക്കെ എന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇതൊക്കെ ചെയ്യാമെന്ന് കരുതേട്ടാ. അപ്പം നിലവിളക്ക് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. വീടിനുള്ളിൽ നല്ല പ്രകാശമായിരിക്കണമെന്ന് പറയും ദീപാവലി ദിവസം. അങ്ങനെ ഇരുട്ട് മൂടി കിടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ലൈറ്റ്സും ഒക്കെ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ ഉണ്ട്. അതിൽ ഉത്തരേന്ത്യയിൽ, അതായത് നോർത്ത് ഇന്ത്യയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാമൻ 14 വർഷത്തെ വനവാസം കഴിഞ്ഞിട്ട് അയോധ്യയിലേക്ക് തിരിച്ചു വന്ന ദിവസമാണ് ദീപാവലിയായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. അപ്പോൾ രാമന്റെ ജയത്തിനും അസുരനായ രാവണനോടുള്ള വിജയത്തിനും ആണ് ഈ ഉത്സവം സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓരോ സ്ഥലത്തും ഓരോ ഐതിഹ്യമാണ് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപാവലി ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അസുരനായ നരകാസുരനെ വധിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. നരകാസുര വധം എന്ന പേരിലും ഈ ദിവസത്തെ ആചരിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലാണത്. പിന്നെ ലക്ഷ്മി ദേവിയുടെ ആരാധന അങ്ങനെ ഒരു രീതിയിലും കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം പല സ്ഥലങ്ങളിലും ദീപാവലിയുടെ അന്നാണ് ലക്ഷ്മി ദേവിയുടെ ആരാധനയ്ക്കുള്ള ദിവസമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സമ്പത്ത്, സമൃദ്ധി, ഭാഗ്യം ഇവയ്ക്കൊക്കെ ലക്ഷ്മി ദേവിയെ നമ്മൾ ആരാധിക്കാറുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇന്നത്തെ ദിവസമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ദിവസമാണ് ദീപാവലി ദിവസമെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഹാവീര ജയന്തിയും ബന്ദിവോർ ദിനവും ഇന്നത്തെ ദിവസമാണ് ആഘോഷിക്കുന്നത്. അതായത് ജൈനമതത്തിൽ ദീപാവലി മഹാവീരന്റെ നിർവാണ ദിനമായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സിഖ് മതത്തിലാണെങ്കിൽ ഗുരു ഹർഗോബിന്ദ് സിംഗ് ജയിലിൽ നിന്ന് മോചിതനായ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. ഞാനൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ. ഈ 4 രീതിയിലും പല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്നത് ശ്രീരാമന്റെ വനവാസം കഴിഞ്ഞിട്ട് രാവണനെ വധിച്ച ആ ഒരു സ്റ്റോറി മാത്രമാണ് എനിക്കറിയാമായിരുന്നുള്ളത്. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ദീപാവലിയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് 5 ദിവസത്തിലായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ധൻതേരസ്, നരക ചതുർദശി, ലക്ഷ്മി പൂജ, അതാണ് ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്. പിന്നെ ഗോവർദ്ധൻ പൂജ, അതുപോലെ തന്നെ ഭായദൂജ്, ഈ 5 രീതിയിലും ദീപാവലി ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ധൻതേരസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ആണ്. പിന്നെ ധൻതേരസ് എന്ന് പറയുന്നത് ആരോഗ്യവും സമ്പത്തും ഇതിനൊക്കെ വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയെയും ധന്വന്തരി ദേവിയെയും ആരാധിക്കുന്നതാണ്. പിന്നെ നരക ചതുർദശി എന്ന് പറയുന്നത് നരകാസുര വധം, അതാണ് ആഘോഷിക്കുന്നത്. പിന്നെ ദീപാവലിയുടെ അന്ന് ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. ലക്ഷ്മി ദേവിയെ ആരാധിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതാണ്. പിന്നെ അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവർദ്ധൻ പൂജ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ ഗോവർദ്ധനഗിരി ഉയർത്തി ഗ്രാമങ്ങളെ സംരക്ഷിച്ചതിന് വേണ്ടിയിട്ട് സ്മരിക്കുന്ന രീതിയിലാണ് ഗോവർദ്ധൻ പൂജ വരുന്നത്. ലാസ്റ്റ് ഡേ, അതായത് 5th ഡേ വരുന്നത് ഭായദൂജ്, സഹോദരനും സഹോദരിക്കും ഇടയിലുള്ള സ്നേഹബന്ധം ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഒരു 5 ദിവസങ്ങളിലായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരൊറ്റ ദിവസമല്ലേ ആഘോഷിക്കാറുള്ളൂ. ഓരോരോ ആചാരങ്ങൾ അല്ലേ. എനിക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങളത് ഈ ടെറസിൻ്റെ മേലെ വന്നിട്ടുണ്ട്. വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങളുടെ പടക്കവും പൊട്ടാസൊക്കെ വെക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വലുതായിട്ടൊന്നും മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. തറച്ചക്രവും പൂക്കുറ്റിയൊക്കെയാണ് മേടിച്ചത്. ആമിക്ക് നല്ല പേടിയായിരുന്നു. ആമിയെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് അവളുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വേണമെങ്കിൽ ഈ ദീപാവലി ഞങ്ങൾ മെയിനായിട്ട് ആഘോഷിച്ചത് കേട്ടോ. കാരണം അങ്ങനെ പേടിച്ച് ഒരുപാട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്നെപ്പോലെ ആയിപ്പോവല്ലോ. കുറേ വലുതായാലും പേടി മാറത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവളെ ഹസ്ബൻഡ് മേലെ കൊണ്ടുവന്ന്
അവൾക്കും കൂടി പൂത്തിരി കത്തിക്കാനായിട്ട് കൊടുത്തതാണ്. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഞാനിങ്ങനെ പോയി ധൈര്യത്തോടെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ഓക്കെ ആയി. പിന്നെ അവളങ്ങ് ഓക്കെ ആയി കേട്ടോ. ആദ്യമൊക്കെ ഒന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചൊന്ന് വാശിയൊക്കെ കാണിച്ചു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടി മോട്ടിവേഷൻ കൊടുത്ത് അവളെ ഓക്കെ ആക്കി. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവളോട് പറഞ്ഞു കൊടുത്തു ഇതുപോലെ ഇങ്ങനെ പേടിക്കാൻ പാടില്ല എന്ന്. കാരണം ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ എല്ലാ കാര്യങ്ങൾക്കും പേടിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡും അവളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ഇപ്പോൾ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി അവൾ ഒരു പൂത്തിരിയെങ്കിലും വെച്ചല്ലോ എന്നുള്ളത്. എന്നാലും ആ പേടി നല്ലതായിട്ട് പോയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അവളും കൂടെ നിന്ന് സഹകരിച്ചു. എന്നാലും ഒരു പേടിയുണ്ട്. എൻ്റെ പുറകെ ഇങ്ങനെ ഓടുവാണ്. ഞങ്ങളുടെ ദീപാവലി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ആഘോഷം. പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ ആഘോഷം എങ്ങനെയാണ് എന്നുള്ളത്. ആകാശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്കും രസമാണ്. ഇവിടെ ഒരു 6 മണിയായപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 6 മണി തൊട്ട് 8-8:30 വരെയൊക്കെ നല്ല രീതിക്ക് തന്നെ പടക്കം പൊട്ടിക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പതിയെ അങ്ങ് കുറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ റൂളുണ്ട് ഇത്ര മണിക്കൂറേ പടക്കം വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8:30 കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പതിയെ കുറഞ്ഞു തുടങ്ങി. എന്നാലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇതൊക്കെ വെക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ദീപാവലി ആഘോഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ ദീപാവലി ആഘോഷിച്ചോ? നിങ്ങൾ നാട്ടിലാണോ അതോ പുറത്താണെങ്കിൽ നിങ്ങളുടെ ആഘോഷം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം, മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും നെക്സ്റ്റ് വീക്ക് മൺഡേ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.